മതിയടാ. നന്ദ, എടാ ഞാൻ കണ്ടു. ആരെ കണ്ടുവന്നു? എടാ പ്രേതത്തെ, ആ ഋഷിയുടെ പ്രേതത്തെ. ആ എടാ, നിന്റെ കൈ കൊണ്ട് മരിച്ച ആ ഋഷിയുടെ പ്രേതത്തെ ഞാൻ കണ്ടടാ. ഋഷിയുടെ പ്രേതത്തെ കണ്ടുവന്നോ? എവിടെ വെച്ച്? എടാ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി അപ്പുറത്തൊരു ടേണിംഗ് ഉണ്ട്, ഒരു കുറ്റിക്കാടൊക്കെ അവിടെ. എടാ, അവിടെ ഒരാളിങ്ങനെ നിൽക്കുന്ന പോലെ തോന്നി. ഈ ഇരുട്ടിൽ ഈ കാട്ടിൽ ആരാ നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെന്നു. ഇനി നിന്റെ ശത്രുക്കൾ എങ്ങാനും താവളം കണ്ടുപിടിച്ച് വന്നാണെന്ന് അറിയണല്ലോ. എടാ, അടുത്ത് ചെന്നപ്പോ ആ രൂപം ഒന്ന് തിരിഞ്ഞു. ഞാൻ ഞെട്ടിപറിച്ചു പോയി. ആ ഋഷിയാ. എടാ, ഞാൻ ഒറ്റ നോട്ടം നോക്കിയുള്ളൂ, എന്റെ കണ്ണിലാകെ ഇരുട്ട് കയറി. എടാ, ഞാനൊന്ന് കണ്ണടച്ച് തെളിഞ്ഞപ്പോഴേക്കും ആളില്ല. അത് ഋഷിയാണെന്ന് ഉറപ്പാണോ? എടാ, ഋഷിയല്ല, ഋഷിയുടെ പ്രേതം. ഉറപ്പാ. എടാ, അത് ഋഷിയുടെ പ്രേതം തന്നെയാ. ആ എന്താ നീ തല്ലിക്കൊന്നും കുഴിച്ചിട്ടില്ലേ? ആ ഋഷിയുടെ പ്രേതമാ. എന്റെ ദൈവമേ, ഈ ഭൂതം പ്രേതം എന്ന് പറയുന്നതിലൊന്നും ഒരു വിശ്വാസമില്ലാത്ത ആളായിരുന്നു ഞാൻ. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നവരില്ലേ, അവരൊക്കെ ഞാൻ തല്ലി കൊല്ലുമായിരുന്നു. നന്ദ, നമുക്ക് ഇങ്ങനെയൊക്കെ അനുഭവം വരുമ്പോഴല്ലേ നമ്മൾ ഏതിലും വിശ്വസിച്ചു പോകുന്നത്. എന്താ പ്രേതവും ഭൂതവും ഒക്കെ ഉണ്ട്. എടാ നന്ദ, ഇനി ഞാൻ എന്റെ ഒരു സംശയം കൂടി പറയട്ടെ. എന്താ? എടാ, നിന്നെ തേടിയാടാ പ്രേതം നടക്കുന്നേ. ആ ദേ, ദുർമരണം സംഭവിച്ച ആത്മാക്കൾക്ക് അവർക്ക് പ്രധാനം പ്രതികാരമാ. ഈ ജീവിതം ഇല്ലാതാക്കിയവരെ അന്വേഷിച്ച് അവരലയൂടാ. എങ്ങനെയോ ഋഷിയുടെ പ്രേതത്തിന് അറിവ് കിട്ടി. എടാ, നീ ഇവിടെ ഉണ്ടെന്ന്. ഏയ് അല്ല, അത് ഋഷിയുടെ പ്രേതമൊന്നുമല്ല. അത് ഋഷിയുടെ പ്രേതം അല്ലെങ്കിൽ പിന്നെ ഋഷിയാണോടാ? എടാ, നീ അവനെ കൊന്നു കുഴിച്ചു മൂടിയതല്ലേ? എടാ, അത് ഉറപ്പാണോ? അല്ലേ നന്ദ? അത് പിന്നെ മരിച്ച ആള് പിന്നെ വീണ്ടും ജീവിക്കില്ലല്ലോ. എടാ നന്ദ, അപ്പൊ അത് പ്രേതം തന്നെയാടാ.